പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഈ ഓട്ടോയിലിരിക്കുന്ന ഈ വ്യക്തി ഒരു നന്മയുള്ള അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു റഹീം എന്ന കക്ഷിയാണ്. അദ്ദേഹം കൊല്ലം ജില്ലയിലെ ചൗരിക്കടയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയിട്ട് ഓട്ടം എന്ന് വെച്ചാൽ ആര് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് ഈ സഞ്ചരിക്കാനുള്ള ഏത് ശക്തികുളങ്ങരയോ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് കൊണ്ട് എത്തിക്കുന്ന യാത്ര അവർ ആ രോഗികളോട് എത്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. തികച്ചും സൗജന്യമായിട്ടാണ് യാത്ര. അത് മാത്രമല്ല അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചോളൂ. ചിലർ പറയും ഒന്നും വേണ്ട ചേട്ടാ, ചെറിയ കടിയൊക്കെ മതി, ആഹാരം ഇതൊക്കെ മതി, അതിന് എന്തേലൊക്കെ വാങ്ങിച്ചോളത്. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഈ നന്മയുള്ള ഒരു വ്യക്തിയാണ് ഈ റഹീം എന്ന ചൗരിക്കട സ്വദേശി. പാരിപ്പള്ളിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കൊല്ലം ജില്ലയിലെ പല ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. പിന്നെ മിക്കവാറും 18 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കൈറ്റാനത്ത് പോയിട്ടുണ്ട്, കരുനാപ്പള്ളി പോയിട്ടുണ്ട്, ആലിങ്കടവ്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ വീട് എവിടെയാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകും. മരത്തടി തന്നെ 1-2 അടുത്തുണ്ട്, ഉളിയക്കോവില് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫോൺ നമ്പറോ ഫോട്ടോ ഒന്നും നമ്മളെ ഒരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇടത്തില്ല, അത് ഇട്ട് കൊടുക്കത്തില്ല. അവരുടെ ഒരു സൽക്കർമ്മം മറ്റാരും അറിയരുതെന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാലും അത് വെളിയിൽ പുറത്തൊക്കെ അറിഞ്ഞു പോകും. അവരെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഈ ഒരു കാരണത്തിൽ നമ്മളെ കൊല്ലം ജില്ലയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊണ്ടുപോകും. ചിന്നക്കട ഫ്രൂട്ട്സ് വെച്ചോടായിരുന്നു. ആ സമയത്തൊക്കെ ഈ രോഗികൾക്കൊക്കെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ 50 രൂപ 100 രൂപയുടെ ഫ്രൂട്ട്സൊക്കെ ആ സമയം കൊടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ കച്ചവടം നിർത്തുന്ന വെച്ചാൽ ഒരു ആട്ടോ എടുത്തിട്ട് ഓടാൻ പോകും. അന്നേരം പഴയ പരിചയക്കാരൊക്കെ നോക്കാറുണ്ട്, എന്നെ ഫ്രീ ആയിട്ട് ഓട്ടോ ഒക്കെ കിട്ടായിരുന്നു. ഇപ്പം ഞാനൊരു ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ഓട്ടോ എന്നൊരു ബാക്കിൽ ഒരു ബോർഡ് വെച്ച് ഒരുപാട് ഓട്ടോ ഓടുന്നുണ്ട്. ചില സമയമാണെങ്കിൽ വണ്ടി വാടക പോലും കിട്ടാൻ രീതിയിലാണ് ഓട്ടോ ഓടുന്നത്. വാടകയ്ക്ക് ഓടുന്ന വണ്ടിയാണ്, ചില സമയം വണ്ടി വാടക പോലും കിട്ടത്തില്ല. 100-ൽ പേരും ഓട്ടോ ഓടിയിട്ടുണ്ട്. പിന്നെ വീട്ടിൻ്റെ അടുത്തുനിന്ന് അവിടുന്ന് നമുക്ക് ആശുപത്രി പോയിട്ട് വന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോകുന്നുണ്ട്. പിന്നെ അവർക്ക് ആഹാരം ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കും. പക്ഷെ അവർ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ. ഒരു പേഷ്യൻറ്റിനെ ഇരുത്തിക്കൊണ്ട് പോകുമ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോ പതുക്കെ പോകാൻ പറ്റും. അത് ചേട്ടാ പതുക്കെ കൊണ്ടുപോകും, നമ്മൾ പതുക്കെ കൊണ്ടുപോകും. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ആശ്രയം ആവുന്നുണ്ടല്ലേ? ഒരുപാട് പേർക്കാവുന്നുണ്ട്. ഒരുപാട് പേര് നമ്മുടെ നമ്പരും ഉണ്ട്. ചില ഏരിയയിലോട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ബാക്കിലത്തെ ബോർഡ് കണ്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നത് അപ്പുറത്തെ പേഷ്യൻ്റ് ഉണ്ട്, നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ഒരുപാട് നമ്പറുകൾ കിടപ്പുണ്ട്. സ്റ്റാൻഡിൽ കൊണ്ടിടുന്നുണ്ട്. സ്റ്റാൻഡിൽ നമുക്ക് അടുത്ത ഓട്ടോ എത്താറാവുന്ന സമയം നോക്കി പിന്നെ വിളിക്കും മിക്ക ദിവസങ്ങളും. അതുകൊണ്ട് മിക്ക ദിവസങ്ങളും കറങ്ങാൻ ആ സമയമുള്ളൂ. ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടിട്ട് നമുക്കൊരു ഓട്ടം കിട്ടുന്നുണ്ടെങ്കിൽ അടുത്തൊരു വിളി വരികയാണ്. അതുപോലെ ഈ ഭക്ഷണം മേടിച്ചു കൊടുക്കും. ഈ RCC പോയിട്ട് വരുന്നവർക്ക് വിശക്കെന്ന് പറയുന്നതിലും നമ്മൾ പറയും ചേട്ടാ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. തുച്ഛമായ ആൾക്കാരൊക്കെ ഊണ് മേടിക്കുന്നത്, അവരൊക്കെ പഴംപൊരി ചായയും മരുന്നും എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും മരുന്നും. ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ? ഞാൻ കൊല്ലം ചിന്നക്കട കടൽ കൂട്ടായ്മയുടെ സെക്രട്ടറി